അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ആ രാജ്യത്ത് തന്നെ ഒതുങ്ങി നിൽക്കുകയില്ല. 7 കടലുകൾ കടന്ന് ഇന്ത്യയിലെ ഫാക്ടറികളെ അത് ബാധിക്കുകയും ഇന്ത്യൻ വിപണിയെ മാറ്റുകയും ചെയ്യും. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ജനങ്ങളെ വരെ അതിന്റെ മാറ്റങ്ങൾ ബാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് പ്രയോജനപ്പെട്ടു എന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒപ്പം ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ ഹബ്ബായ തമിഴ്നാടിന് ദോഷകരമായി അത് ബാധിച്ചത് എങ്ങനെയെന്നും പങ്കുവയ്ക്കാം. രാഷ്ട്രീയമായ കാര്യങ്ങളല്ല ഇവിടെ നോക്കുന്നത്. ആഗോള വ്യാപാരം പ്രാദേശിക വിപണികളെയും ഉൽപാദകരെയും ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുന്നുവെന്ന് മാത്രം. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി എല്ലാറ്റിലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത്. അരി ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും, പച്ചക്കറി തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും, ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നും, പഴവർഗ്ഗങ്ങൾ കർണാടക തുടങ്ങി കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തുന്നത്. ഇനി വസ്ത്രങ്ങളിലേക്ക് എത്തുമ്പോൾ കോട്ടൺ, പോളിസ്റ്റർ തുണിത്തരങ്ങൾ ഗുജറാത്തിൽ നിന്നും, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മുംബൈ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തുന്നത്. കേരളത്തിൽ വിൽക്കപ്പെടുന്ന ഭൂരിപക്ഷം വസ്ത്രങ്ങളും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവയാണ്. അതിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള വസ്ത്രങ്ങളാണ് താങ്ങാനാവുന്ന വില കൊണ്ടും നല്ല മോഡലുകൾ കൊണ്ടും കേരളത്തിലെ വിപണി കീഴടക്കിയിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾ ഉൽപാദനം നടത്തി ഇന്ത്യയിൽ വിറ്റഴിക്കുകയായിരുന്നില്ല. വലിയ തോതിലുള്ള കയറ്റുമതിയാണ് നടന്നു വരുന്നത്. ഇന്ത്യൻ വസ്ത്ര ഉൽപാദനത്തിന്റെ പ്രധാന മാർക്കറ്റ് അമേരിക്കയാണ്. റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി സൗഹൃദമുണ്ടാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയിലേക്ക് വൻതോതിലുള്ള ഇറക്കുമതിക്കുള്ള അവസരം അമേരിക്ക ഇന്ത്യക്ക് നൽകിയിരുന്നു. ഒരു രാജ്യത്തേക്ക് ഇന്ത്യ കൂടുതൽ കയറ്റുമതി ചെയ്യുകയും കുറവ് ഇറക്കുമതിയും ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് അമേരിക്കയാണ്. അങ്ങനെ ഒരു കാര്യം റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക എന്നും ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയാകുന്നത്. USA ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾ അവിടെ നിന്ന് ബ്രസീൽ, അർജന്റീന ഉൾപ്പെടെയുള്ള സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ജമൈക്ക ഉൾപ്പെടെയുള്ള കരീബിയൻ രാജ്യങ്ങളിലേക്കും ലാറ്റിൻ വിപണിയിലേക്കും ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എവിടെ നിന്ന് വസ്ത്രം വാങ്ങിയാലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ടാഗ് നിങ്ങൾക്ക് കാണാം. ഈ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് കയറ്റുമതി ചെയ്തിരുന്നത്. ഇന്ത്യയിൽ തന്നെ ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചുരുക്കം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. വസ്ത്രങ്ങളുടെ കയറ്റുമതി വർദ്ധിച്ചു വന്നതോടെ കഴിഞ്ഞ വർഷങ്ങളിൽ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫാക്ടറികളെ സംബന്ധിച്ച് കയറ്റുമതി ചെയ്യുമ്പോൾ ഡോളറിൽ ഉള്ള വരുമാനം കൂടുതലാണ്. കൂടുതൽ ലാഭവിഹിതം ഉണ്ടാക്കുവാനും ബൾക്ക് ഓർഡറുകൾ ചെയ്തു നൽകാനും ഇതുവഴി കഴിഞ്ഞു. കൂടുതൽ കമ്പനികൾ കയറ്റുമതി രംഗത്തേക്ക് കടന്നതോടെയാണ് വില വർദ്ധിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത്. 2021 രാജ്യത്തെ പഞ്ഞി ഉൽപാദനം തികയാതെ വന്നതോടെ വലിയ തോതിലുള്ള വില വർധനവ് ഉണ്ടായിരുന്നു. ഇതോടെ കേന്ദ്ര സർക്കാർ കയറ്റുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ വലിയ തോതിലുള്ള ഇറക്കുമതി ചുങ്കം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്ക് 32% നികുതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പെനാലിറ്റി താരിഫ് 50% ഏർപ്പെടുത്തിയതോടെ ഫലത്തിൽ 64% വരെ നികുതി വരും. ഇതുമൂലം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾ ഇറക്കുന്ന ഘട്ടത്തിൽ തന്നെ അമേരിക്കയിൽ അതിന്റെ വില ഇരട്ടിക്കും. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില US വിപണിയിൽ വർദ്ധിച്ചു. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ ക്യാൻസൽ ചെയ്തു തുടങ്ങി. നേരത്തെ ചെയ്ത ഓർഡറുകൾ ഇപ്പോൾ അയക്കേണ്ട എന്ന് അതുകൊണ്ട് അമേരിക്കൻ കമ്പനികൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ വസ്ത്ര ഉൽപാദകർക്ക് ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. കയറ്റുമതി ചെയ്യാനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാക്ടറികൾക്ക് അവരുടെ ഉൽപാദന പരിധി കഴിഞ്ഞു. അതോടെ US വിപണി ലക്ഷ്യം വെച്ചുള്ള ഉൽപാദനം നിലച്ചു. വസ്ത്ര ഉൽപാദകർക്ക് മുന്നിൽ ഉള്ള ഇനിയുള്ള ഓപ്ഷൻ ഇന്ത്യൻ വിപണി തന്നെയാണ്. ഇന്ത്യയുടെ വസ്ത്ര വിപണി ചുരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഉൽപാദനം അതിന്റെ പീക്ക് പോയിന്റിൽ തന്നെയാണ്. ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് വസ്ത്രനിർമ്മാണ രംഗത്തിന്റെ പല ഘട്ടങ്ങളിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഉൽപാദനം നടന്നേ പറ്റൂ. ഇതോടെ ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ്. കോമ്പറ്റീഷൻ വർദ്ധിച്ചതോടെ ഹോൾസെയിൽ വിലകൾ ഇടിക്കുന്നു. വസ്ത്ര വ്യാപാര രംഗത്ത് തുടർച്ചയായ വിലയിടിവ് ഇപ്പോൾ പ്രത്യക്ഷമാകുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ ഒരു കാര്യം അത്ര സുഖകരമല്ല. കാരണം അവരുടെ കയറ്റുമതി രംഗത്തെ ഈ പ്രശ്നം ബാധിക്കുന്നുണ്ട്. ഫാക്ടറികളുടെ ലാഭം ഇടിയുവാൻ തുടങ്ങി. ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭീതിയുണ്ട്. വസ്ത്രനിർമ്മാണത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ തമിഴ്നാടിന് ഇത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതേസമയം കേരളത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് ഇതുകൊണ്ടുണ്ടായിരിക്കുന്നത്. പച്ചക്കറി, സ്റ്റേഷനറി, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്ത്രവിപണി കയ്യിൽ ഒതുങ്ങുന്ന വിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. ജീവിത ചെലവ് ഒരു വശത്ത് വർദ്ധിക്കുമ്പോൾ പുതിയ വസ്ത്രങ്ങൾ ആശ്വാസകരമായ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുവാൻ കഴിയും.
ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ നന്നാക്കാനാണ് നികുതിയും താരിഫുകളും വർദ്ധിപ്പിച്ചതെങ്കിലും പരോക്ഷമായി അത് കേരളത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ കയറ്റുമതിക്ക് ഇത് വലിയ ആഘാതം ഏൽപ്പിക്കുകയും തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പച്ചക്കറി, പലവ്യഞ്ജന സാധനങ്ങളുടെ കയറ്റുമതി UK, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആയതിനാലാണ് അതിന്റെ വില വർധനവ് തുടരുന്നത്. എന്നാൽ കേരളത്തിന് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ ട്രംപിന്റെ താരിഫ് മൂലം വസ്ത്രങ്ങളുടെ വില കൂടുതൽ ആശ്വാസകരമായിട്ടുണ്ട്. നാം ജീവിക്കുന്നത് കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ പട്ടണത്തിലാണെങ്കിൽ പോലും ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മിലേക്കും എത്തും. ചിലപ്പോൾ അത് ഗുണകരമാകും, ചിലപ്പോൾ ദോഷകരമായി ബാധിക്കും. ഇവിടെ അമേരിക്കയുടെ താരിഫ് തമിഴ്നാട്ടിലെ വസ്ത്ര ഉൽപാദന രംഗത്ത് ദോഷകരമായി ബാധിച്ചപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വിലക്കുറവ് കൊണ്ടും ഗുണകരമായി തീർന്നു. ആഗോളതലത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും വിപണി ഇടപെടലുകൾക്കും നമ്മുടെ ഷോപ്പിംഗ് ബില്ലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.